വെൽക്കം ടു കൗള കിച്ചൺ മാജിക് സീസൺ 3. കൗള കിച്ചൺ മാജിക് സീസൺ 3യുടെ മറ്റൊരു റൗണ്ടിലേക്ക് സ്വാഗതം. മറ്റൊരു റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത് വ്യത്യസ്തമായ തേർഡ് റൗണ്ട്. ഒരു മത്സരം എന്നുള്ള നിലയ്ക്ക് പല റൗണ്ട്സിലൂടെയാണ് നമ്മളുടെ മത്സരാർത്ഥികൾ കടന്നു പോകുന്നത്. ഓരോ റൗണ്ടും വ്യത്യസ്തമായിരിക്കണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ സർപ്രൈസ് റൗണ്ട്സ് തന്നെയാണ് എപ്പോഴും നല്ലത്. കാരണം മത്സരാർത്ഥികൾ അതിനെക്കുറിച്ച് ഒട്ടും തന്നെ അറിയാണ്ടാണ് വരുന്നത്. അപ്പോൾ അവരുടെ ഒരു സർപ്രൈസ്, അവരെങ്ങനെയാണ് അത്തരം ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്, അപ്പോൾ അവരുടെ ബുദ്ധിയും വൈഭവവും എല്ലാം ഏത് രീതിയിലാണ് അവർ പാചകത്തിൻ്റെ കാര്യത്തിൽ പ്രയോഗിക്കുന്നത്, ഇതൊക്കെ അറിയാൻ നിങ്ങൾക്കും ആകാംക്ഷയില്ലേ. അപ്പോൾ എന്തായാലും പ്രേക്ഷകർ ഈ ഒരു റൗണ്ടും കൂടി വളരെ ശ്രദ്ധാപൂർവം കാണുക. കാരണം വളരെ രസകരമായ മുഹൂർത്തങ്ങളിലൂടെ ആയിരിക്കും ഈ റൗണ്ടും കടന്നു പോകുന്നത്. എന്തായാലും കാഴ്ചകൾ കാണുക, ആസ്വദിക്കുക. വെൽക്കം ബാക്ക് ടു കൗള കിച്ചൺ മാജിക് സീസൺ 3. നമ്മുടെ ആൾക്കാരെല്ലാം കുറഞ്ഞു വന്നിരിക്കുകയാണ്. രണ്ടുപേര് ഫ്രീസറിൽ പോയി കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ അല്ലേ. കോമ്പറ്റീഷൻ ഇസ് കോമ്പറ്റീഷൻ. മത്സരം എന്ന് പറഞ്ഞാൽ അത് മത്സരം തന്നെയാണ്. എത്ര നന്നായി ചെയ്താലും ചില റൗണ്ട്സിൽ മോശമായാൽ ആ ആൾക്കാർ ഫ്രീസറിലേക്ക് പോകും ഡെഫിനറ്റ്ലി. കാരണം ഇത് ഒത്തിരി പേര് കാണുന്നൊരു ഷോ ആണ്. സോ അവരെല്ലാവരും ഇത് വിലയിരുത്തുമ്പോൾ തന്നെ പെർഫോമൻസ് കുറഞ്ഞ ആൾക്കാരെ നമ്മൾ ഫ്രീസറിലോട്ട് മാറ്റും. അതിൻ്റെ ഒരു ഔട്ട്കമാണ്. പക്ഷേ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഫ്രീസർ ഒരു എൻഡ് പോയിന്റ് അല്ല. ഫ്രീസറിൽ നിന്ന് തിരിച്ചു വരാനുള്ളൊരു അവസരം. അപ്പോൾ അത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് തിരിച്ചു വരിക. പിന്നെ പോകാതിരിക്കാൻ കഴിയുന്നിടത്തോളം ശ്രമിക്കുക. അങ്ങനെ കാര്യം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഫ്രീസറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 2-3 പ്രാവശ്യമൊക്കെ ആകുമ്പോൾ അത് മാർക്കിങ്ങിൽ ഭയങ്കരമായിട്ട് അത് ബാധിക്കും, ടോട്ടൽ അസസ്മെൻറ്റിൽ. അപ്പോൾ അങ്ങനെയും പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ ഫ്രീസറിൽ പോയിട്ട് തിരിച്ചു വരുമായിരിക്കും, പക്ഷേ എഗെയിൻ ഫ്രീസറിൽ പോകുന്നു, തിരിച്ചു വരുന്നു. അതും നല്ലതല്ല. അങ്ങനെ ഓക്കെ. എനിവേ നമ്മളിപ്പോൾ തേർഡ് റൗണ്ട്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് സർപ്രൈസ് ആയിരുന്നു. പൈനാപ്പിൾ റൗണ്ട് നിങ്ങൾ അത്ര ഗംഭീരമായിട്ടൊന്നും പെർഫോം ചെയ്തിരുന്നില്ല. തേർഡ് റൗണ്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ എന്ത് പറയുന്നു? നിങ്ങളുടെ ഭാഗത്തുനിന്നൊന്നും ഒരു റെസ്പോൺസ് കാണുന്നില്ലല്ലോ. എന്തെങ്കിലും പറയൂ. എന്താണ് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? സെക്കൻഡ് റൗണ്ടിനെ കുറിച്ചൊന്ന് പറയും. എങ്ങനെയായിരുന്നു പൈനാപ്പിൾ റൗണ്ട്? എന്ത് പറ്റിയതാ? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയാണ്? പൈനാപ്പിൾ റൗണ്ട് ഇഷ്ടമായിരുന്നു, പക്ഷേ വിചാരിച്ചത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ തേർഡ് റൗണ്ടിനെ കുറിച്ച് ഇനി എന്താണ് പ്രതീക്ഷകൾ? തേർഡ് റൗണ്ട് എന്തായിരിക്കും? സർപ്രൈസ് റൗണ്ട് ആയിരിക്കും. സർപ്രൈസ് തന്നെയാണ്. പിന്നെ മാം കുറച്ച് നല്ല റൗണ്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല റൗണ്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് പാടുള്ള റൗണ്ടാണ് പ്രതീക്ഷിച്ചത്. മാഡം നല്ല റൗണ്ട് തരും. പണി കിട്ടുന്ന റൗണ്ട്. ആൻഡ് വാട്ട് അബൌട്ട് അശ്വതി? അശ്വതി എന്താ പറയുക? നോ ഐഡിയ. ശരി. രേഷ്മ 2 റൗണ്ടിലും നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ ആ ടെമ്പോ കീപ്പ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടാവുമല്ലോ അല്ലേ? ഫസ്റ്റ് ആദ്യം സെക്കൻഡ് ആയിരുന്നു, പിന്നെ ഫസ്റ്റിലേക്ക് വന്നു. അത് പറയാൻ പറ്റില്ല. ഫസ്റ്റ് ആയിരുന്ന നവ്യാണല്ലോ ഇപ്പം ഫ്രീസർ സോണിൽ പോയത്. എന്ത് സംഭവിക്കാം അല്ലേ? സ്മിതയ്ക്ക് ഒന്നും പറയില്ല അല്ലേ? പാവം മിണ്ടാതെ നിൽക്കുന്നതൊന്നും ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ട്. ഡെഫിനറ്റ്ലി അല്ലേ? ചെയ്യുന്നുണ്ട്, ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ചിന്നു ഉണ്ടെന്ന് തോന്നുന്നു. പോരാന്ന് സ്വയം ഒരു വിലയിരുത്തലുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറേ കൂടി എന്തായാലും പ്രിപ്പയർഡ് ആയിരിക്കും. പ്ലാൻ ചെയ്യണം, പിന്നെ നോവൽറ്റിയുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പ്ലാൻ ചെയ്യണമെന്ന് ഇപ്പോൾ തോന്നി തുടങ്ങിയല്ലേ? അതായത് പഴയ എപ്പിസോഡ്സ് എല്ലാം കണ്ട്, പഴയ സീസൺ എല്ലാം കണ്ട് വളരെ ഈസി വാക്ക് ഓവർ ആണെന്ന് വിചാരിച്ച് വന്നതാണ്. അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും റൗണ്ട്സ് മാറി. ഇപ്പം അങ്ങനെ അല്ല, മാറ്റങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഹോംവർക്ക് വേണ്ടി വരും. ഇനി ആരോമലിൻ്റെ അഭിപ്രായം ആൻഡ് 2 ആളുടെ അഭിപ്രായം അറിയാനുണ്ട്. ആരോമൽ എന്ത് പറയും? കുറച്ച് വെറൈറ്റി ആയിട്ട് ചിന്തിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം ചിന്തിക്കണം തോന്നുന്നു. അതാണ് പ്രധാനമായിട്ട് വേണ്ടത്. വെറൈറ്റി ആയിട്ട് ചിന്തിക്കണം. അറ്റ് ദ സെയിം ടൈം ടേസ്റ്റ് കോംപ്രമൈസ് ചെയ്യരുത്, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യരുത്. ഒത്തിരി കാര്യങ്ങൾ ഷോഫിയിൽ നല്ല ഐഡിയാസ് കൊണ്ടുവരണം. അപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ, പോസിറ്റീവ് തോട്ട്സ് ആണ്. നന്നാവണം, ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മുടെ തേർഡ് റൗണ്ട് വലിയ പാടൊന്നുമില്ല, വളരെ സിമ്പിൾ റൗണ്ടാണ്. ടഫേ അല്ല, ഈസി, വെരി ഈസി. ഈ ഈസി റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ബേക്കിംഗ് ആണ്. പക്ഷേ ചായയുടെ കൂടെ അതെ, കുഞ്ഞു പിള്ളേർക്ക് സ്നാക്സ് അല്ല. സ്നാക്സ് അല്ല.
സ്നാക്കിങ്ങിന് ഇത് ഉപയോഗിക്കാം. സ്നാക്കായി പിള്ളേർക്ക് കൊടുക്കാം. ബിസ്ക്കറ്റിന്റെ വേറൊരു രൂപം കുക്കീസ്. ദിസ് ഇസ് എ കുക്കി റൗണ്ട്. കുക്കീസ് എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നി. പലതരം കുക്കീസ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അതുകൊണ്ട് തന്നെ എന്തുണ്ടാക്കണം എന്ന് ആലോചിച്ചു. ഇന്ത്യൻ കുക്കീസ് അത്ര ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് ആ ഇന്ത്യൻ കുക്കിയായ നാൻകട്ട് തന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് ഞാൻ കരുതി. അപ്പോൾ നിങ്ങളെല്ലാവരും വ്യത്യസ്തമായ കുക്കീസ് ഉണ്ടാക്കുക. ഒരാളെ പോലെ വേറൊരാൾ ഉണ്ടാക്കാതിരിക്കാൻ കഴിയുന്നിടത്തോളം ശ്രമിക്കുക. എന്തായാലും കുറേ നല്ല കുക്കീസ്, ഒരു 10 വെറൈറ്റി കുക്കീസാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താ പറയുന്നത്? 10 വെറൈറ്റി ഓഫ് കുക്കീസ് നമ്മൾ പ്രേക്ഷകർക്കായിട്ട് നിങ്ങൾ തയ്യാറാക്കുക. ടൈം ഒരു കറക്റ്റ് 1 hour കുക്കീസിന് കൊടുക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ മിക്സിങ്ങിനൊക്കെ ഹാർഡ്ലി ഒരു 10-15 മിനിറ്റിൽ നമുക്ക് കുക്കീസിൻ്റെ ഡോ തയ്യാറാക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ബേക്കിംഗ് ടൈമാണ്. അത് വളരെ കുറച്ച് സമയം മതി. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾക്ക് 1 hour സമയം തന്നിരിക്കുന്നു. വളരെ ലീനിയൻ്റ് ആയിരിക്കുകയാണ്. 1 മണിക്കൂർ ഇരുന്നോട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പിന്നെ സാധനങ്ങൾ എടുക്കുക, ഉണ്ടാക്കുക. കോക്കനട്ട് കാഷ്യൂ കുക്കീസ്. അപ്പോൾ കോക്കനട്ട് ഫ്രഷ് കോക്കനട്ട് ആണോ ഉപയോഗിക്കുന്നത്? ഫ്രഷ് കോക്കനട്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണ്ടേ? വേണ്ടാന്ന് വിചാരിച്ചു. ഫ്രഷ് ആയിട്ട് തന്നെ ചെയ്യാൻ വിചാരിച്ചു. അതുകൊണ്ടാണോ? മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചതാണോ? കാണാഞ്ഞിട്ടല്ലല്ലോ. അല്ല, ഞാൻ കണ്ടിരുന്നു. ഫ്രഷ് ആയിട്ട് കോക്കനട്ട് ആൻഡ് കാഷ്യൂ. ധൈര്യം ഉണ്ടല്ലോ അല്ലേ? കോൺഫിഡൻസ്? കുഴപ്പമില്ല. എന്താ ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത് ഈ കുക്കിക്ക്? ചെറിയ റൗണ്ട് വൺസ്. ഇതെൻ്റെ 3ാമത്തെ റൗണ്ടാണ്. ഇതിൽ ലക്ഷ്മി മാം പറഞ്ഞത് കുക്കീസ് ഉണ്ടാക്കാനാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കുക്കീസ് ഉണ്ടാക്കി നോക്കിയിട്ടേ ഇല്ല. എനിക്ക് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല അത് ചെയ്യേണ്ടത്. അപ്പം എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കും. കുക്കീസ് ആണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി. എനിക്ക് ബേക്കിംഗ് വളരെ ഇഷ്ടമാണ്. എന്തെങ്കിലും വെറൈറ്റി ചെയ്യണം. ഞാൻ ചോക്ലേറ്റും നട്ട്സും ഡേറ്റ്സും കൂടി ഇട്ടിട്ടുള്ള കുക്കീസ്. ഇത് മുന്നേ കുക്കീസൊക്കെ ചെയ്തിട്ടുണ്ടോ? നാൻകട്ടായി ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ മോഡലാണ് ചെയ്യാൻ. നാൻകട്ട്സ് വേണ്ട വെച്ചു അല്ലേ? അല്ല, കട്ടായുടെ തന്നെ. അതിൽ ഇതെല്ലാം ഇട്ടിട്ട് അങ്ങനത്തെ ഒരു പ്ലാനില്ല. പാറ്റേൺ അതാണ്. നൻകട്ടാണ് ബേസ് അല്ലേ? നൻകട്ട്. സ്മിത എന്താണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? ഞാൻ ചോക്ലേറ്റ് ബട്ടർ കുക്കീസ്. ചോക്ലേറ്റ് കുക്കീസ്. ബട്ടർ എന്തായാലും ഉണ്ടാവും. ഓക്കെ, കുക്കീസ് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കത്തിയത് ചോക്ലേറ്റ് ചിപ്പ് കുക്കീസാണ്. പക്ഷേ ബേക്കിംഗ് കുക്കീസൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ നാളായി.
ശരിയാവൂലെന്ന് അറിയത്തില്ല, നോക്കാം. പൈനാപ്പിളിൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ റൗണ്ട് വന്നപ്പോൾ വീണ്ടും സർപ്രൈസ് ആണെന്ന് മാഡം പറഞ്ഞു. പക്ഷേ ഇതിൽ ബേക്കിംഗ് ആണെന്ന് പറഞ്ഞു. ബേക്കിംഗ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, കണ്ടസ്റ്റൻസ് കുറേ പേര്. ബേക്കിംഗ് ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ട്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. റെയ്നോൾഡ് എന്ത് കുക്കീസാണ് ചെയ്യാൻ പോകുന്നത്? മാം ഒരു ചോക്ലേറ്റ് തന്നെ, ചോക്ലേറ്റും ചോപ്പ് ചെയ്ത കാഷ്നട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എന്നിട്ടൊരു കുക്കീസ്. എൻ്റെ അതിന് മുകളിൽ ഗാർണിഷ് ചെയ്യുന്നത് തന്നെ ഈ ചോപ്പ് ചെയ്ത് നട്ട്സും ഇതിനകത്ത് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിൽ മുക്കിയിട്ട് മുകളിൽ ഗാർണിഷ് ചെയ്യും. ചെയ്തിട്ടുണ്ടോ ഇതിനുമ്പ് കുക്കീസ്? കണ്ടിട്ടുണ്ട്. ഓക്കെ. പേസ്ട്രി സെക്ഷൻ ഒന്നും അങ്ങനെ അറിയാൻ നോക്കിയിട്ടില്ല. ബേക്കറി ഞങ്ങൾക്ക് ലാസ്റ്റ് സെമസ്റ്ററാണ് ബേക്കറി. അതിപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നല്ലേ? തീർച്ചയായിട്ടും. ഇതിന് ചോക്ലേറ്റിൻ്റെ ഒരു ബേസായിട്ട് പലരും ഇപ്പോൾ യൂസ് ചെയ്യാൻ നോക്കണം അല്ലേ? അവിടെ ഒരു ചോക്ലേറ്റ് ഒത്തിരി മാവ് എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇല്ല, ബാക്കി ഉണ്ട്. ഷെയർ. എനിക്ക് വളരെ അറിവൊന്നുമില്ല. കുക്കീസ് എന്ന് കേട്ടപ്പോൾ ഞാൻ വളരെ പേടിച്ചു. ചിന്നു ആകെ കൈവിട്ട് നിൽക്കുന്ന പോലെ ടെൻഷനിലാണല്ലോ. എന്താണ് ബീട്രൂട്ട് കുക്കീസ്? ഒന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞെങ്കിൽ ഐഡിയാസ് ഒക്കെ വരണുണ്ട്. മാഡത്തിൻ്റെ പഠിച്ചു. ബീട്രൂട്ട് കുക്കീസ് അതിലിപ്പോൾ പഞ്ചസാര, മൈദ, മുട്ട, മറ്റർ, സോഡാപ്പൊടി. ഓക്കെ, സോഡാപ്പൊടി എല്ലാം ചേർത്തിട്ട്. ഓക്കെ. അപ്പോൾ എന്താ ഈ തീരുമാനം ഇവിടെ അശ്വതി? ഓറഞ്ച് ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ്. ഓറഞ്ച് ആൻഡ് ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ്. തേനൊക്കെ ചേർക്കുന്നുണ്ടോ? ഓക്കെ. എന്ത് കുക്കിയാണ് ചെയ്യാൻ പോകുന്നത്? കോഫി നട്ട്സോടുള്ളൊരു കോമ്പിനേഷൻ. കോഫി ആൻഡ് നട്ട്സ്. അതിപ്പോൾ പെട്ടെന്ന് തോന്നിയതാണോ അതോ ഇതിന് മുന്നേ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? കോഫി നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അല്ലേ? നട്ട്സിൻ്റെ. ഈ റൗണ്ടിൽ മാം കുക്കീസാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം ബേക്കിംഗ് എനിക്ക് അത്ര വലിയ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. വല്ലപ്പോഴും ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. എങ്കിലും ഞാൻ വിചാരിച്ചു അധികം ഓർഡിനറി ആവണ്ടെന്ന് വെച്ചിട്ട് കോഫിയും നട്ട്സും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഫ്ലേവറിലാണ് ചെയ്തത്. നട്ട്സാണോ പ്ലാൻ ചെയ്യുന്നത്? നട്ട്സ്. അപ്പം കടലമാവ് വേണം അല്ലേ? കടലമാവും മൈദയും നെയ്യ്, ഏലക്ക, ജാതിക്ക ഇല്ലെങ്കിലും കുഴപ്പമില്ല. സോഡ കണ്ടപ്പോൾ തോന്നി കാര്യങ്ങളെല്ലാം. ഇന്ത്യൻ കുക്കീസ്. യെസ്. ഓക്കെ.
ഫസ്റ്റ് പ്ലാൻ ചെയ്തത് ഓറഞ്ച് ചോക്ലേറ്റ് കുക്കീസ് ആയിരുന്നു. പിന്നെ എല്ലാവരും പിന്നെ പല കണ്ടസ്റ്റൻസും ചോക്ലേറ്റ് വെച്ച് കുക്കീസ് എടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ തോട്ടൊന്ന് മാറ്റി ചിന്തിച്ചു. ഞാൻ ജെംസ് കുക്കീസ് ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തു. അതാകുമ്പോൾ കുട്ടികൾക്കൊരു അട്രാക്ഷനും കൂടെ ആവും എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ ജെംസ് കുക്കീസ് ചൂസ് ചെയ്തത്. കുക്കീസ് എന്തായാലും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു വിശ്വാസം ഒരു 70% ഞാൻ നന്നാക്കാൻ ശ്രമിച്ചു എന്നാണ്. എനിക്ക് തോന്നുന്നു നന്നായിട്ടുണ്ട് എന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെ ഈ കുക്കീസിൻ്റെ റൗണ്ടിൽ വ്യത്യസ്തമായ പലതരം കുക്കീസുമായിട്ട് നമ്മുടെ മത്സരാർത്ഥികൾ റെഡിയായി നിൽക്കുകയാണ്. ഓരോരുത്തരായിട്ട് വിളിക്കാം. ഇനി നമുക്ക് ആരോമലിനെ വിളിക്കാം. ആരോമൽ വരും.
ഫസ്റ്റ് ടൈം ചെയ്യുക. ഫസ്റ്റ് ടൈം ചെയ്യുവാണ്. കോക്കനട്ട് സോഫ്റ്റ് കോക്കനട്ട് കാഷ്യൂ കുക്കീസ്. ആരോമൽ എങ്ങനെയാണ് ആരോമലിൻ്റെ സോഫ്റ്റ് കുക്കീസ് തയ്യാറാക്കിയത് കണ്ടത്? ഹായ്, ഞാൻ ആരോമൽ. ഇതിപ്പോൾ മൂന്നാമത്തെ റൗണ്ടാണ്. ഇതിൽ കുക്കീസാണ് ഉണ്ടാക്കേണ്ടത്. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് കോക്കനട്ട് കാഷ്യൂ കുക്കീസാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യമായിട്ട് കോക്കനട്ട് ചിരണ്ടി എടുക്കാം. ഇഷ്ടമല്ലാത്ത ജോലി തേങ്ങ തിരുന്നുമ്പോൾ അത് തന്നെ ഇപ്പോൾ ചെയ്യേണ്ടി വന്നു. ഞാനിപ്പോൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ, കുറച്ച് സോഡാപ്പൊടി രണ്ടും ചേർത്തു. ഇനി ഇത് രണ്ടും കൂടെ ഒരു അരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചീസ് കൂടെ ഗ്രേറ്റ് ചെയ്തിടാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചീസൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇതിലേക്ക് 1 കപ്പ് കോക്കനട്ട് ഇടുകയാണ്. ഫ്രഷ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് നട്ട്സ് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് നട്ട്സ് ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. നന്നായിട്ട് എടുക്കാം. ഇതിലേക്ക് വരുന്നുള്ള ഉപ്പ് കുറച്ച്. നമ്മളിവിടെ 1/4 കപ്പോളം പഞ്ചസാര നല്ല പൗഡറായിട്ട് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അതും ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഈ മുട്ട കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മിക്സ് നമുക്ക് ഈ ട്രേയിലേക്ക് കുറേശ്ശെ കോരി ഒഴിച്ചു വെക്കാം. കാഷ്യൂ കുക്കീസാണ്. ഇതിപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നട്ട്സ് വെക്കാം. ഒരു നട്ട്സ് വെക്കാൻ ഞാൻ വെക്കുന്നു. ഇതിപ്പോൾ എല്ലാം ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാൻ വെച്ചു. ഓക്കെ, തേങ്ങ ചിരകിയത് ചേർത്തു. ഇനി ഇത് അലങ്കാരം. തേങ്ങ ചിരകിയതും നട്ട്സും ചേർന്നിട്ടുണ്ട്. ഇത് ഇതെന്താണ്? ചുമ്മാ ഡെക്കറേഷൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ? ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, തീമാറ്റിക് തേങ്ങ ആണെന്ന് മനസ്സിലാവാനല്ലേ. ഇപ്പോൾ കുക്കീസ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി പ്രസൻറ്റ് ചെയ്യാൻ നേരത്ത് ഈ കോക്കനട്ട്സ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വേണ്ടി ചെയ്യുന്നു.
ഇപ്പോൾ എൻ്റെ കോക്കനട്ട് കാഷ്യൂ കുക്കീസ് ആയതുകൊണ്ട് റെഡി ആയിട്ടുണ്ട്. ഞാനത് സൈഡിൽ കോക്കനട്ടൊക്കെ വെച്ച് ഒരു ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജഡ്ജസിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാം. സോഫ്റ്റ് കുക്കീസ് ആണോ എന്ന് ഞങ്ങൾ നോക്കട്ടെ. വെരി സോഫ്റ്റ്. അറിഞ്ഞ് പേരിട്ടതല്ലേ? കുക്കി ഉണ്ടായി കഴിഞ്ഞിട്ട് പേര് വന്നു. എനിവേ നല്ല കോക്കനട്ട് ഫ്ലേവർ ഉണ്ട്, നോ ഡൗട്ട്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ഇട്ടത് അല്ലേ? ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണ്ടാന്ന് പറഞ്ഞു. തേങ്ങയുടെ ഫ്ലേവർ ഉണ്ട്, സോഫ്റ്റുമാണ്. അതാണ് ഉദ്ദേശിച്ചെങ്കിൽ അതാണ്. ഓക്കെ. ഇനി നമ്മൾക്ക് ഷൗഫീലെ വിളിക്കാം. ഷൗഫീല വരും. ഞാൻ ഈ റൗണ്ടിൽ ഡ്രൈ ഫ്രൂട്ട്സും ചോക്ലേറ്റും വെച്ച ഒരു നങ്കട്ട് സ്റ്റൈലാണ് ചെയ്തത്. പക്ഷെ 100% ശരിയായെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാം ഇനി ജഡ്ജസ് തീരുമാനിക്കട്ടെ. ഷൗഫീല, ഇത് നങ്കട്ട്സിനെ ഒന്നുകൂടി എന്താ പറയുക, വെറൈറ്റി ആക്കി ചെയ്തതാണ്. ഇതിലിപ്പോൾ ഡേറ്റ്സും ചോക്ലേറ്റ് അല്ലേ? ഡേറ്റ്സും നട്ട്സും ഉണ്ട്. നട്ട്സ്, ഡേറ്റ്സ് ആൻഡ് ചോക്ലേറ്റ്. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഷൗഫീലയുടെ കുക്കീസ് എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് കണ്ടു നോക്കാം. ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രൈ ഫ്രൂട്ട്സും ചോക്ലേറ്റും വെച്ചിട്ടുള്ള കുക്കീസാണ്. അതിനകത്ത് ഞാൻ ബട്ടർ മെൽറ്റ് ചെയ്തു, കുറച്ച് ഡേറ്റ്സ് ചോപ്പ് ചെയ്തു, ചോക്ലേറ്റ് ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ നട്ട്സ് ചോപ്പ് ചെയ്തു. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാം. നമുക്ക് ബട്ടർ മെൽറ്റ് ചെയ്യാം. നമുക്കിനി മൈദയും ബേക്കിംഗ് പൗഡറും സോഡാപ്പൊടിയും കൂടി ഒരുമിച്ച് ഇടയാം. ഇതിലേക്ക് 1 കപ്പ് മൈദ, ചിലപ്പോൾ 1.5 കപ്പോളം വേണ്ടി വരും. കുറച്ച് പഞ്ചസാര നമുക്ക് പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിച്ചെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ഒരു നുള്ള് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ബട്ടർ ചേർത്ത് മിക്സ്. ഏകദേശം ഒരു 1/2 കപ്പോളം. നല്ലോണം പുട്ട് നനയ്ക്കുന്ന പോലെ നനയ്ക്കുക. നമുക്കപ്പോൾ ബട്ടർ കുറവാണെന്ന് തോന്നും. ആ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ കിട്ടുന്ന പരുവം. അപ്പോൾ കുറവാണെങ്കിൽ നമുക്ക് ഇത്രയും കൂടി ബട്ടർ ആഡ് ചെയ്യാം. അധികം ബട്ടർ വേണ്ട. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ബട്ടർ ഉരുകി വരും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ബട്ടർ ചുവയ്ക്കാനിട വരും. നല്ല ടൈറ്റ് ചെയ്ത് ഉരുട്ടാൻ പാകത്തിന്.
ഞാൻ ഉണ്ടാക്കുന്ന കുക്കീസ് ഒരു നാഗുട്ടായി സ്റ്റൈലാണ്. ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ആഡ് ചെയ്യാം. നല്ലോണം നോക്കാം, വേണമെങ്കിൽ നമുക്ക് വീണ്ടും ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. മധുരമൊക്കെ നോക്കണം. ഇനിയും കൂടി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലൂടി ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത ചോക്ലേറ്റും ആഡ് ചെയ്യാം. ഇത് കുക്കീസ് ചോക്ലേറ്റ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് കുക്കീസാണ്. നമുക്ക് ചോപ്പ് ചെയ്ത ചോക്ലേറ്റും കൂടി ആഡ് ചെയ്യാം. ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് ഇത് ബോൾ ചെയ്ത് നിരത്തി വയ്ക്കാം. ഇത് നമുക്ക് ഓവനിൽ പ്രീ ഹീറ്റ് ഓവനിൽ 180 15 മിനിറ്റ് വയ്ക്കാം. നമുക്ക് കുറച്ച് നട്ട്സ് ചോപ്പ് ചെയ്തിടാം. നല്ല ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയും കൂടിയാണ്. നമുക്ക് ഈ നട്ട്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടും. കുറച്ച് ബട്ടറിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാനപ്പോൾ അതിൽ ഇത്രയും കൂടി ബട്ടർ ആഡ് ചെയ്യുന്നു. നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് ബേക്കിംഗ് ഡിഷിലേക്ക് റോൾ ചെയ്ത് വയ്ക്കാം. നല്ല ബലത്തിൽ ടൈറ്റായിട്ട് വേണത് റോൾ ചെയ്യാം. ഗ്രീസ് ചെയ്ത ഒരു ട്രേയിൽ നമുക്ക് നല്ല ടൈറ്റ് ചെയ്ത് ബോൾസ് ഉണ്ടാക്കി നമുക്ക് ബേക്ക് ചെയ്യാം. ഇത് വയ്ക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം വയ്ക്കാൻ. നമുക്കിതിന് പ്രീ ഹീറ്റ് ഓവനിലേക്ക് ബേക്ക് ചെയ്യാൻ കൊണ്ടുപോകാം. ഞാൻ ഉണ്ടാക്കിയ ഡ്രൈ ഫ്രൂട്ട്സ് സ്നാക്കട്സ് റെഡിയാണ്. ഓക്കെ, പക്ഷേ ആ ഡോ ഒന്നും വിചാരിച്ച പോലെ അത്ര സോഫ്റ്റായിട്ട് വന്നില്ലല്ലോ. എന്തോ ഒരു വിഷമം അനുഭവിക്കുന്ന പോലെ തോന്നി. ശരിയാ, അതിനകത്ത് ഫില്ലിങ് ഉള്ളത് കാരണം ഇത്തിരി പണിയുണ്ടായിരുന്നു. എന്താ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റായപ്പോഴും ഹാർഡായി. ഈവൻ ഡേറ്റ്സ് ഇങ്ങനെ കുറച്ച് കടിക്കുക, ഇങ്ങനെ എന്താ പറയുക, സ്റ്റിക്ക് ചെയ്യും. എന്തൊക്കെ നമ്മളിങ്ങനെ മൂത്തുപോയതുപോലെ. കുറച്ച് ശരിയാകാനുണ്ട്. നോട്ട് എ പെർഫെക്റ്റ് കുക്കി. ഓക്കെ, നോക്കാം. അറ്റംപ്റ്റൊക്കെ കൊള്ളാം, അതിൻ്റെ ഐഡിയ നല്ലതാണ്. ഇനി നമുക്ക് ചിന്നുവിനെ വിളിക്കാം. ചിന്നു വരും. ബീട്രൂട്ട് കുക്കീസാണ് ഞാൻ ചെയ്തത്. അത് എന്താവുമെന്ന് അറിയില്ല. ചിന്നുവിൻ്റെ ബീട്രൂട്ട് കുക്കീസാണെന്ന് മനസ്സിലായി. ബീട്രൂട്ടൊക്കെ ഇങ്ങനെ സ്റ്റാർ ആക്കി കൊണ്ട് വെച്ചിരിക്കുകയല്ലേ.
തിൻ കുക്കീസാണ് അല്ലേ? ആ ബീട്രൂട്ട് കളർ വന്നിട്ടുണ്ട് ചെറുതായിട്ട്, ചെറിയൊരു പിങ്കിഷ് കളർ. ചിന്നു ഫസ്റ്റ് ടൈമാണ് കുക്കീസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മാഡത്തിൻ്റെ ആ ബീട്രൂട്ടിൻ്റെ ഇത് കണ്ടിട്ടാണ് ചെയ്തത്. ഞാൻ ബീട്രൂട്ട് കുക്കീസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ, പക്ഷെ അതേപോലെ വന്നിട്ടില്ല. എനിവേ നമുക്കൊന്ന് കണ്ടു നോക്കാം ചിന്നു എങ്ങനെയാണ് ബീട്രൂട്ട് കുക്കീസ് ഉണ്ടാക്കിയത്. അപ്പോൾ ചിന്നുവിൻ്റെ ബീട്രൂട്ട് കുക്കീസ് എങ്ങനെയാണ് ചെയ്തതെന്ന് കണ്ടു. ഞാൻ സോഡാപ്പൊടി ആഡ് ചെയ്തു. ഏകദേശം ഒരു 1 കപ്പോളം ഞാൻ ബട്ടറും ആഡ് ചെയ്തു. നന്നായിട്ട് ഞാനിത് പുട്ടിന് കുഴയ്ക്കും പോലെ നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ചു. ഞാനിതിലൊരു 1 കപ്പ് ബീട്രൂട്ട് ആഡ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്തു. പഞ്ചസാര പൊടിച്ചെടുക്കണം. നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ടിത് മിക്സ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിക്കാം. എന്നിട്ട് പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇതിൽ യോജിപ്പിച്ച് കുഴച്ചെടുക്കണം. ഒരു മുട്ടയും കൂടെ ബീറ്റ് ചെയ്ത് ചേർക്കാം. ആദ്യത്തത് കുറച്ച് ലൂസായി അല്ലേ? മാത്രം ഇളക്കി. രണ്ടാമത് ഷുഗറും ഇതൊക്കെ ആഡ് ചെയ്യുന്നല്ലേ? ഓക്കെ, ഇളക്കി വെക്കും. പഞ്ചസാരയുടെ കട്ടയൊക്കെ ഉടച്ചു വിടും. അപ്പോൾ ഇത് ഡ്രോപ്പ് കുക്കീസായിട്ട് ചെയ്താൽ മതി. സ്പൂണൊന്ന് കോരി ഒഴിച്ച്. ഒരുപാട് വലിയ സ്പൂൺ ഒഴിക്കരുത്. ഒരു വലിയൊരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണിൻ്റെ പകുതി മുക്കാൽ സ്പ്രെഡ് ആവും.
കുഴച്ച് വെച്ച ഈ കൂട്ട് നമുക്കിതിൽ സ്പൂൺ കൊണ്ട് വയ്ക്കാം. ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. പതിനഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യാൻ വയ്ക്കും. അപ്പോൾ വിചാരിച്ച പോലെ ആദ്യം കുറച്ച് മാവ് കുറഞ്ഞു പോയി, പിന്നെ മാവ് രണ്ടാമത് ഇട്ടു അല്ലെ, ലൂസ് ബാറ്റർ മാറ്റി. എനിവേ നോക്കാം. ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ എന്താ പറയുക, ഭയങ്കര തിന്നായതുകൊണ്ടായിരിക്കാം അല്ലെ, ഒരു ഭയങ്കര ക്രിസ്പിയാണ്, ഓവർ ക്രിസ്പിയാണ്. ക്രഞ്ചി ഫീൽ. റെയ്നോൾഡിൻ്റെത് ക്രഞ്ചി ആയിരുന്നെങ്കിലും അത് കുറച്ചുകൂടെ ഒരു വ്യത്യാസമുണ്ട്. ഇത് അത്രയും ഒരു ബോഡി ഇതിനില്ല. ബാറ്റർ കുറച്ചും കൂടെ ടവ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. ഇത് ഫ്ലാറ്റ് ആയിപ്പോയി. ചിന്നു ഞാൻ പാടെ ടെൻഷൻ. എന്തായാലും ആദ്യത്തെ അറ്റംപ്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ബീറ്റ്റൂട്ടിൻ്റെ ഫ്ലേവർ. താങ്ക് യു.